ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് കല്യാണമേളമാണ്. എത്ര കല്യാണമാണ് നടക്കുന്നത് അറിയാമോ? 100 അല്ല, 200 അല്ല, 262 കല്യാണങ്ങളാണ് ഇന്ന് ഗുരുവായൂർ അമ്പലനടയിൽ നടക്കുന്നത്. പുലർച്ചെ 4 മുതലാണ് വിവാഹങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. കല്യാണമേളം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 5 മണ്ഡപങ്ങളിലായാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നവവരനും നവവധുവും ഒക്കെ എത്രയെത്ര കല്യാണങ്ങൾ വളരെ പെട്ടെന്ന് ഇതിനിടെ മാറിപ്പോവോ എന്തോ. അങ്ങനെ മാറിപ്പോകുന്നൊരു സിനിമയൊക്കെ നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ട് അല്ലേ? ഈ തിരക്കിനിടെ പോയി പാഞ്ഞും താലി കെട്ടുന്ന സമയത്ത് വധു മാറിപ്പോയി വരന്. അതൊന്നും സംഭവിക്കില്ല. ഇപ്പോൾ വളരെ കൃത്യമായ ക്രമീകരണങ്ങളുണ്ട്. കല്യാണം കഴിക്കുന്നു, പഴയ വരുന്നു, കല്യാണം കഴിക്കുന്നു, മാലയിടുന്നു. ഇതാ കണ്ടോ, ഇറങ്ങും, അടുത്താൾ വരുന്നു, അടുത്താൾ എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രേക്ഷകർക്ക് കാണാം. ധൃതി പിടിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വധുവും വരനുമൊക്കെ ഈ സെക്യൂരിറ്റി നോക്കിക്കൊണ്ടായിരിക്കും കല്യാണം കഴിക്കുന്നത്. എന്തായാലും വിവാഹ ദൃശ്യങ്ങൾ പകർത്താനെത്തുന്ന ഫോട്ടോഗ്രാഫർമാരുൾപ്പെടെ 24 പേർക്കാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. കല്യാണത്തിനെത്തുന്ന എല്ലാവർക്കും അവിടെ അങ്ങനെ ചുറ്റിത്തിരിയാനുള്ള സമയവും സാവകാശവും ഇല്ല. ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ് ജെയ്സൺ. ജെയ്സൺ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നിന്നോ? 262 കല്യാണമാണ് അവിടെ ഇന്ന് നടക്കുന്നത്. അപ്പോൾ കല്യാണ മേളമാണ് ജെയ്സൺ. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അങ്ങനെ ഒറ്റത്തടിയായി നിന്ന് എല്ലാവരുടെയും വിവാഹം നടത്തി കൊടുക്കുക എന്നുള്ള ചില ദൗത്യങ്ങളുണ്ടാവുമല്ലോ, അവതാര ലക്ഷ്യങ്ങളുണ്ടാവുമല്ലോ. അത്തരത്തിലൊരു അവതാര ലക്ഷ്യമായിരിക്കാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഗുരുവായൂർ എന്ന് പറയുന്നത് ഇപ്പോൾ എപ്പോഴും അരുൺകുമാർ പറയുന്ന പോലെ തന്നെ ഏറ്റവും കാഴ്ചയിലാണെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള വിശ്വാസത്തിനുമപ്പുറത്തേക്ക് വിശ്വാസമുള്ളവർക്ക് വിശ്വാസത്തിന്റെ തലത്തിലും അല്ലാത്തവർക്കും വളരെ പ്ലസന്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇന്ന് വളരെ ജനത്തിരക്കാണ്. സ്വാഭാവികമായിട്ട് ഞായറാഴ്ചയാണ്, അതോടൊപ്പം തന്നെ വലിയ ജനത്തിരക്കാണ് അവിടെ. 270ഓളം വിവാഹങ്ങൾ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാരണം 262 ഇന്നലെ രാത്രി വരെയാണ്. പിന്നെ ഇന്ന് രാവിലെ എത്തുന്നവർക്കും ഒരു നിശ്ചയ സമയത്തിലെത്തുന്നവർക്കും അവിടെ രജിസ്ട്രേഷന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 270ഓളം വിവാഹങ്ങൾ രാവിലെ 4 മണി മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ കണി കണ്ട്, അത് ഗുരുവായൂരപ്പനെ കണ്ട് ജീവിതത്തിലേക്ക് കടക്കാൻ, കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ മോഹിച്ചെത്തുന്ന യുവാക്കളുടെയും യുവതികളുടെയും നീണ്ട നിരയാണ്. വടക്കുന്നാഥ് എന്ന് പറഞ്ഞാൽ നമ്മൾ വടക്കുന്നാഥിനെ കൂടെ ആളായതുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിലുള്ളത്. പക്ഷേ കൃത്യമായ ക്രമീകരണം ഉള്ളത് കൊണ്ട് തന്നെ വിവാഹം നടക്കുന്ന കിഴക്കേ നടയിലെ 5 വേദികളുണ്ട്, 5 മണ്ഡപങ്ങളുണ്ട്. ആ 5 മണ്ഡപങ്ങളിൽ തിരക്ക് അനുഭവപ്പെടില്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിരന്തരമായ പ്രശ്നമായിരുന്നു വിവാഹത്തിന് കൃത്യമായ ക്രമീകരണം ഇല്ലാത്തതുകൊണ്ട്. അതിന് എപ്പോഴാണ് അവസാനം വന്നതെന്ന് വെച്ചാൽ 2024 സെപ്റ്റംബർ മാസത്തിലാണ് 334 വിവാഹങ്ങൾ, റെക്കോർഡ് വിവാഹമാണ്. അന്നാണ് ഇത് സംബന്ധിച്ച പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്ന ദിവസം. കൃത്യമായ സിസ്റ്റമാറ്റിക് ആയിട്ട് എത്ര പേർ കിടക്കണം, ഏത് വഴിയിലൂടെ കിടക്കണം, ഏത് വഴിയിലൂടെ ഇറങ്ങണം എന്നതൊക്കെ സിസ്റ്റമാറ്റിക് ആയതോടുകൂടി എത്ര വിവാഹങ്ങൾ വന്നാലും ആ മണ്ഡപത്തിന് മുൻഭാഗത്ത് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇപ്പുറത്തൊക്കെ റോഡരികളൊക്കെ ബ്ലോക്ക് ആയിരിക്കും, വാഹനങ്ങൾ നിറയായിരിക്കും. സ്വാഭാവികമായും ഗുരുവായൂർ വിവാഹം കഴിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ, ഹിന്ദു വിശ്വാസിയുടെ ഏറ്റവും വലിയ മോഹങ്ങളിൽ ഒന്നാണ്. അത് പൂർത്തീകരിക്കാൻ വരുന്നു. ഇന്ന് അത് മോശമില്ലാത്ത രീതിയിലേക്ക് കയറിയിട്ടുണ്ട്. നല്ല മുഹൂർത്തമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് 270ഓളം വിവാഹങ്ങൾ അവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി മണ്ഡപം തയ്യാറാക്കി അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും സന്തോഷകരമായ അവിടെ നിന്ന് വിവാഹം നടത്തി അപ്പം തന്നെ പോകണം എന്നുള്ള കർശന നിർദ്ദേശമുണ്ട്. അവിടെ ചുറ്റിക്കറങ്ങാൻ, നേരത്തെ അരുൺകുമാർ പറഞ്ഞ പോലെ അവിടെ ചുറ്റിക്കറങ്ങി പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്. വിവാഹം നടത്തി 24 പേരും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോവുക. അവർ ഹോട്ടലിലോ എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിച്ച് അവർ സുഖമായി പോകാം. പക്ഷേ ഗുരുവായൂർ ക്ഷേത്ര പരിസരം ശാന്തമാണ്, തിരക്കുണ്ടെങ്കിലും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭംഗിയായി വിവാഹ ചടങ്ങുകൾ നടന്നു വരികയാണ് അരുൺകുമാർ. ഓക്കെ, ഗംഭീരാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ജെയ്സൺ തൻ്റെ അവതാര ലക്ഷ്യവിനെയും തുടരും. താങ്ക് യു ജെയ്സൺ. അപ്പോൾ ജെയ്സൺ പറഞ്ഞതുപോലെ ഗുരുവായൂരെ ഈ കല്യാണം നടക്കുമ്പോൾ ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കല്യാണം നേരത്തെ നിശ്ചയിച്ച് ഗുരുവായൂർ കല്യാണത്തിന് പോകാം എന്ന് കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട് അല്ലേ? നമ്മുടെയൊക്കെ നാട്ടിൽ ടൂറിസ്റ്റ് ബസ്സിനകത്ത് കയറി ഗുരുവായൂരൊക്കെ പോയി കല്യാണമൊക്കെ കണ്ട്, കല്യാണം കൂടി പിന്നെ കണ്ണനെയൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വരാം എന്ന് കരുതി കാത്തിരിക്കുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നല്ല മുഹൂർത്തം, ജീവിതത്തിൽ നല്ല മുഹൂർത്തങ്ങൾ ഇന്നുണ്ടോ എന്നുള്ളതാണ്. സന്തോഷത്തോടെ ഇരിക്കുന്നതപ്പാ നല്ല മുഹൂർത്തം, സമാധാനത്തോടെ ഇരിക്കുന്നതാണ് നല്ല മുഹൂർത്തം എന്നുള്ളതാണ് നമ്മളൊക്കെ സാധാരണ രീതിയിൽ പറയുക. മറ്റേ രാഘുവാലം ഓർമ്മയുണ്ടല്ലോ കവിത. അത് പക്ഷേ കൗതുകമുള്ള കാര്യമാണ്. 262 കല്യാണം, 270ഓളം കല്യാണമായി കഴിഞ്ഞു ഇന്നത്തെ ദിവസം നടക്കാൻ പോകുന്നത്. വരിക, കെട്ടുക, പോവുക, വരിക, കെട്ടുക, പോവുക. ഇതാണ്. വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കല്യാണം കഴിച്ച് ആളുകൾ മടങ്ങേണ്ടതുണ്ട്. വളരെ കുറച്ച് പേർക്കേ ഇപ്പോൾ അവിടെ പ്രവേശനവുമുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഉഷാറായിരിക്കട്ടെ. അപ്പോൾ ഇന്ന് വിവാഹം കഴിക്കുന്ന ഗുരുവായൂരെന്നല്ല, ഇന്ന് വിവാഹം കഴിക്കുന്ന എല്ലാ ദമ്പതികൾക്കും, വധുവരന്മാർക്കും എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുന്നു. നന്നായി വരട്ടെ.